ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു. അത് നിങ്ങൾ എല്ലാവരും ഒന്നും ചെയ്ത് അയച്ചിട്ടില്ല. അപ്പോൾ അത് ഈ വർക്കായിരുന്നു അല്ലേ. അതിനുശേഷവും 3 ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അതും കൂടെ നെക്സ്റ്റ് വർക്കായിട്ട് എടുക്കുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാൻ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. 1 ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 90. ഇത്തരത്തിൽ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 വശത്തിൻ്റെ നീളം ഒരേപോലെ വരുന്നത്. അതിൽ ഒരാംഗിൾ 90 ആണ് എങ്കിൽ ബാക്കി 2 ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. വാട്ട് ആർ ദ അതർ 2 ആംഗിൾസ്? അപ്പോൾ ഒരു ചോദ്യം അതാണ് കേട്ടോ. 1 ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 60. അടുത്തൊരു ചോദ്യം എന്താണ്? 1 ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 60. ഇതിൽ ഒരു ആംഗിൾ 60 ആണ്, ബാക്കി 2 എന്തായിരിക്കും എന്ന് ചോദിച്ചു. ആ ട്രയാങ്കിളിൻ്റെ പേരും കൂടി എഴുതണം കേട്ടോ. ഓക്കെ. ഇനി 4ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ബിലോ ഒ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്. എ ആൻഡ് ബി ആർ പോയിൻ്റ് ഓൺ സർക്കിൾ. എയും ബിയും സർക്കിളിൻ്റെ മേലെയുള്ള പോയിൻറ്റ്സ് ആണ്. എങ്കിൽ ഇവിടെ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഈ 2 ആംഗിൾസ് എത്രയായിരിക്കും? അപ്പോൾ ഈ ലൈനിൻ്റെയും ഒ എ എന്ന ഒ ബി എന്ന ലൈനിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ വെച്ചിട്ട് ആംഗിൾ എ എത്രയാണെന്നും ആംഗിൾ ബി എത്രയാണെന്നും നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ ഒ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ആർ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. ഒ സെൻറ്ററാണ്, എയും ബിയും സിയും ഒക്കെ സർക്കിളിൻ്റെ മേലെയുള്ള ഓരോ പോയിന്റുകളാണ്. ഇവിടെ ഈ ആംഗിൾ 120, ഇത് 120 തന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഇത് 120 ആണെങ്കിൽ ബാക്കി ഇവിടുത്തെ 2 ആംഗിൾ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഈ 2 ആംഗിൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. 120 കഴിച്ച് 180ലേക്ക് വേണം ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ തുല്യമായിട്ട് വരാൻ അല്ലേ. അപ്പം ഇവിടുത്തെ കേസിൽ 120 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 30 വരും അല്ലേ. 30, 60, 120, 180 എന്ന് വരാം. അതുപോലെ ബാക്കിയെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ ടോട്ടൽ ആംഗിൾ എ, ടോട്ടൽ ആംഗിൾ എ, ടോട്ടൽ ബി, ടോട്ടൽ സി, ഇതാണ് മൊത്തം കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പം അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നോട്ടിൽ എഴുതിയിട്ട് ഒന്ന് വൃത്തിയിൽ എഴുതി അയച്ചു തരിക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈസെക്ടേഴ്സ് ആണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി ദ സൈഡ്സ് എ സി ആൻഡ് ബി സി ആർ ഈക്വൽ. എ സിയും ബി സിയും ഈക്വൽ ആണ്. സി പി ഇസ് ദ പെർപെൻഡിക്കുലർ ഫ്രം സി ടു എ ബി. സി പി എന്ന് പറയുന്നത് സിയിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ആണ്. എങ്ങനെ? എ ബി ഇ പി എന്നുള്ള പോയിന്റിൽ നിന്നുള്ള. ഈ സിയിൽ നിന്ന് എ ബിയിലേക്ക് വരച്ചിരിക്കുന്ന ഒരു പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലറിൻ്റെ പ്രത്യേകത എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ കോണളവ്. പെർപെൻഡിക്കുലർ ലൈന് ഏതെങ്കിലും ഒരു ലൈന് ടച്ച് ചെയ്താൽ അവിടെ ടച്ച് ചെയ്യുന്ന ലൈനുമായിട്ട് അതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഫോം ചെയ്യുന്നത്. വി ഹാവ് സീൻ ദാറ്റ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ ബി പി സി ആർ സെയിം. സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി സി ആൻഡ് ബി പി സി ആർ സെയിം. രണ്ടും തുല്യ ട്രയാങ്കിളുകളാണ്. എ പി is equal to ബി പി, എ പി is equal to ബി പി, ദാറ്റ് ഈസ് സി പി ബൈസെക്ട് എ ബി എഗെയിൻ. അപ്പം സി പി ഇതിനെ എന്ത് ചെയ്യുന്നു? ബൈസെക്റ്റ് ചെയ്യുന്നു എന്നും കൂടെ നമ്മൾ അതിനകത്ത് കാണും. ബൈസെക്റ്റ് ചെയ്യുന്ന 2 തുല്യ പകുതികളാക്കി മാറ്റുക. സി പി എന്ന ലൈന് എ ബിനെ 2 തുല്യ പകുതികളാക്കുന്നു എന്നും കൂടെ നമുക്കതിൽ കാണാൻ കഴിയും. എഗെയിൻ ആംഗിൾ എ സി പി എന്ന് പറയുന്ന ഈ ആംഗിളും അതേപോലെ ബി സി പി എന്ന് പറയുന്ന ഈ ആംഗിളും അത് രണ്ടും തുല്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സോ വി ക്യാൻ സേ ദാറ്റ് ലൈൻ സി പി ബൈസെക്ട് ആംഗിൾ സി ഓൾസോ. അപ്പോൾ ആംഗിൾ സിനെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? സി പി എന്നുള്ള ലൈന് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, 2 തുല്യ പകുതികളാക്കുന്നുണ്ട്. അപ്പം ഇതൊരു എ സിയും ബി സിയും തുല്യ ലെങ്ത്തുള്ള ഒരു ട്രയാങ്കിളാണ്. ഇവിടെ നിന്ന് സിയിൽ നിന്ന് എ ബിയിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു സി പി എന്ന്. അത് ഈ എ ബി എന്ന ലൈനെ 2 തുല്യ പകുതികളാക്കി മാറ്റുന്നു. അതേപോലെ ഈ ആംഗിളിനെയും 2 തുല്യ, ഇപ്പോൾ 60 ഡിഗ്രി ആയിരുന്നു ഇവിടെയെങ്കിൽ അത് 30 എന്നുള്ള രീതിയിൽ 2 ആംഗിളായിട്ട് ഈ ലൈൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇൻ എനി ഐസോസെലസ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് joining equal sides
ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈക്വൽ സൈഡ്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്ട് ദ ആംഗിൾ. ഈ ആംഗിളിനെ എന്ത് ചെയ്യും? രണ്ട് തുല്യ പകുതികളായിട്ട് മുറിക്കും. അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ദ സൈഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഈ പോയിന്റിൽ ഈ ആംഗിളിനെ രണ്ട് പകുതിയായിട്ട് മുറിക്കും. പിന്നെയോ ഈ ഓപ്പോസിറ്റ് സൈഡിനെയും രണ്ട് തുല്യ പകുതികളായിട്ട് മുറിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ബൈസെക്ടേഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക, ഈ ചിത്രം വരയ്ക്കുക. അതിനുശേഷം ഇൻ ട്രയാങ്കിൾ എ ബി സി മുതൽ ട്രയാങ്കിൾ എ ബി സി ഇവിടം വരെ എഴുതുക. അതിനുശേഷം ഇതെഴുതുക. അടുത്ത വരിയിൽ സോ എ പി ഈ സാധനങ്ങളൊക്കെ എഴുതുക. ഇത് എഴുതുക. അടുത്ത വരിയിൽ ഇത്. അപ്പോൾ ഓരോ ബ്രാക്കറ്റിലുള്ള സാധനങ്ങൾ ആ ബ്രാക്കറ്റിലനുസരിച്ച് എഴുതുക. അതിനുശേഷം ഈ മഞ്ഞ ബോക്സിലുള്ള കാര്യങ്ങൾ എഴുതുക. ഓക്കെ. എന്നിട്ട് ഇത് എഴുതുക. എ ലൈൻ ഡിവൈഡിങ് ലൈൻ ഓർ ആൻ ആംഗിൾ ഇൻടു ടു ഈക്വൽ പാർട്സ് ഇസ് കോൾഡ് ബൈസെക്ടർ എന്നും കൂടെ എഴുതണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് എഴുതേണ്ടത്. ഇനി എങ്ങനെയാണ് നമുക്ക് ബൈസെക്ടർ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. We can also say that in a slightly different way, perpendicular bisector of AB pass through C. ഇവിടെ എ ബി എന്ന് പറയുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ സിയിൽ കൂടെയാണ് പാസ്. എങ്ങനെ ഇത് ഒരേ ലെങ്ത്തിലുള്ള ഓരോ വരകൾ ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് നമ്മൾ ഇതിനെ എല്ലാം ഒരു പോയിന്റിൽ വരുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ ഐസോസെലസ് ട്രയാങ്കിൾ, വ്യത്യസ്തമായിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിൾ ഇവിടെ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ മൂല കടന്നു പോകുന്നതായിരിക്കും എന്ത്? ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊന്നല്ല ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നത്. ഒരു ട്രയാങ്കിളിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് താഴെ പറയാം. അപ്പോൾ നോക്കാം ഇവിടെ ഇഫ് യു വാണ്ട് ദ ബൈസെക്ടർ ടു ബി എക്സ്റ്റെൻഡ് ബിലോ വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഒരു ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഞാനൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് കാണിച്ചു തരാം. ഒരു ലൈനിനെ നമുക്ക് എങ്ങനെ ബൈസെക്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. എല്ലാവരും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുക്കുക. ഇതിൽ കോമ്പസ് ഉണ്ടാവും, പെൻസിലുണ്ടാവും. ഒരു ലൈൻ ഇവിടെ വരയ്ക്കുന്നു. ലൈൻ്റെ നീളമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പെണ്ണുകൊണ്ട് വരയ്ക്കാം. പെണ്ണുകൊണ്ട് വരച്ചാൽ നിങ്ങൾ കാണുന്നു. ലൈൻ ഇവിടെ വരയ്ക്കുന്നു. ഈ നീളമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിതിനെ രണ്ട് തുല്യ പകുതികളാക്കണം. എന്ത് ചെയ്യുക? ഈ ലൈനിൻ്റെ സെൻറ്റർ ഏതാണ്ട് നമുക്കറിയാലോ. ആ സെൻറ്ററിനേക്കാളും അധികം ഉള്ളൊരു ലെങ്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഈ മേലെയും താഴെയും ഓരോ ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ എൻഡിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കറക്റ്റായിരിക്കണം. ഇവിടെ കുത്തുന്നത് കറക്റ്റായിരിക്കണം. എൻഡിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ പിടിച്ച് ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ആർക്ക് കിട്ടി അല്ലേ. ഒന്ന് ഇവിടെയും ഓരോ ആർക്ക്, ഇങ്ങനത്തെ ആർക്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ കോമ്പസ് കൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയപ്പോൾ ഇവിടെ എന്തായിട്ടുണ്ട്? ഇങ്ങനെ രണ്ട് ആർക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ആർക്ക് എന്നാണ് നമ്മളിതിനെ പറയാം. ഇനി ഞാൻ ഈ ആർക്ക് വെച്ചിട്ട് ആർക്കിൻ്റെ മേലെ നിന്ന് താഴത്തെ ആർക്കിൻ്റെ മേലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ഈ ലൈൻ എന്തായി? രണ്ട് തുല്യ പകുതികളായി മാറി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും രണ്ട് തുല്യ പകുതികളായി മാറി. കണ്ടോ? 4.2 ഇവിടെ 8.4 മൊത്തത്തിൽ 4.2 എന്നുള്ള രീതിയിൽ അത് മാറി.
അപ്പോൾ നമുക്ക് ഏതൊരു ലൈനിനെയും ബൈസെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു കോമ്പസോ അല്ലെങ്കിൽ കോമ്പസിന് പകരം നൂലോ ചരടോ ഒക്കെ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, വരയുടെ പകുതിയിലധികം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു വര, ഇവിടെ ഇങ്ങനെ ഒരു വര, അതുപോലെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ വര. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്യിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഈ അളവ് എത്ര എടുക്കണം എന്നുള്ള സംശയം വേണ്ട. എന്താണ് ഈ അളവ് എന്ന് പറയുന്നത്? എന്താണ്, നിങ്ങൾ ഏത് ലൈനിനെയാണോ ബൈസെക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 2 തുല്യ പകുതികളാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പകുതി ഏതാണ്ട് നമുക്കറിയാം അല്ലേ? അപ്പം ഏതാണ്ട് ഇത്രയും എടുത്തോ. ഇത് കടന്നു പോവാതെയും ഈ പകുതിനേക്കാളും കുറഞ്ഞു പോവാതെയും നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ലൈന് ബൈസെക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലൈൻ ബൈസെക്ടർ എന്ന് എഴുതിക്കുക. ഇവിടെ ലൈൻ ബൈസെക്ടർ എന്ന് എഴുതിയിട്ട് ഇതൊന്ന് വരയ്ക്കാം കേട്ടോ. ഈ രീതിയിലൊന്ന് വരച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്ത് ചെയ്യാം, നന്നായിട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് അയച്ചു തരാം. ഓക്കെ, ബൈ.